ഇതിൻ്റെ അത് നമ്മൾ പറയുന്നത് ക്ലാസ് പ്ലസിൽ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇതാണ് ക്ലാസ് പ്ലസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയും ഇതിൻ്റെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇതിലാണ്. അപ്പോൾ ഇതിൽ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർലി ഞാൻ പറയാം, ഓരോന്നോരോന്നിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ നമുക്ക് ഡാഷ്ബോർഡ്, വെബ്സൈറ്റ്, കോഴ്സസ്, കണ്ടൻറ്റ് എന്ന് പറയുന്നുണ്ട്. കണ്ടൻറ്റിൻ്റെ അത് ടെസ്റ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ടെസ്റ്റ് പോർട്ടലിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ടെസ്റ്റുകളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയെല്ലാം നമ്മൾ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗോ ടു ടെസ്റ്റ് പോർട്ടലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു CMS ക്ലാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. IIT JAM 2025 IIT JAM റിലേറ്റഡ് ആയുള്ള ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യും. CSIR NET 2024 നമ്മളിവിടെ നെറ്റിൻ്റെ ഫ്രീ ടെസ്റ്റുകളെല്ലാം നമ്മളിവിടെ അതായത് നമ്മൾ എല്ലാ കോമൺ ആയിട്ട് കൊടുക്കുന്ന ടെസ്റ്റുകളെല്ലാം നമ്മൾ ഇതിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ഇത് ഫുൾ ടെസ്റ്റ് ഇത് വേണമെന്നില്ല, ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ IIT JAM ലോങ് ടൈം ബാച്ച്, ഇതും നമ്മൾ IIT JAM ലോങ് ടൈം ബാച്ചിലേക്ക് പർട്ടിക്കുലർലി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ടെസ്റ്റുകളാണ് ഇതെല്ലാം. അങ്ങനെ നമ്മൾ ഓരോ ടെസ്റ്റുകൾ 2024 ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് 2024 നമ്മളത് ടെസ്റ്റ് സീരീസിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇതിൽ നിങ്ങൾക്ക് ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഇതൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IIT JAM 2025 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ. അവിടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ടെസ്റ്റുകളാണ്. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർലി ചെയ്യേണ്ട ടോപ്പിക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. അതിൻ്റെ അകത്ത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ന്യൂ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഓൾറെഡി ഫോൾഡർ ഉണ്ട്, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിഷൻ മെറ്റലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടെസ്റ്റിന് പ്രത്യേകിച്ച് പേര് കൊടുക്കണം. ട്രാൻസിഷൻ മെറ്റലാണെങ്കിൽ നമ്മളിവിടെ എന്താ TM1 എന്നങ്ങനെ ടെസ്റ്റിന് പേര് കൊടുക്കുന്നു. TM1 എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെ ട്രാൻസിഷൻ മെറ്റൽ 1 ടെസ്റ്റ് 1. അതിൻ്റെ അത് ടോപ്പിക്ക് ഏതൊക്കെയാണ്, XYZ ആണ് ടോപ്പിക്ക്. നമ്മൾ അത് നിർബന്ധമായിട്ടും കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും. അതനുസരിച്ച് ടൈം, ഒരു ക്വസ്റ്റ്യന് ഏകദേശം 50 സെക്കൻഡ് വെച്ചൊക്കെ നമുക്ക് 10 ക്വസ്റ്റ്യനാണ് നമ്മൾ 8 മിനിറ്റൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമ്മളിവിടെ നമുക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ ആണെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്ന ടാഗ് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ IIT JAM റിലേറ്റഡ് ആണ്, അപ്പോൾ IIT JAM ടാഗ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. സെലക്ട് ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിഫാൾട്ട് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ട്. റിയൽ എക്സാം എക്സ്പീരിയൻസ് ഗിവ്സ് യു സ്റ്റുഡൻസ് ദ സെയിം എക്സ്പീരിയൻസ് ആസ് ദേ ആർ ഡ്യൂറിങ് ദർ ഫൈനൽ എക്സാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് നമുക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് കൊടുക്കാം. യു ക്യാൻ ആഡ് എ സെക്കൻഡറി ലാംഗ്വേജ് ടു യുവർ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി ലാംഗ്വേജ് കൊടുക്കുക. അത് നമുക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഇത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് പറയുന്നു, ടെസ്റ്റിൻ്റെ സെക്ഷൻസ് ആഡ് ചെയ്യാൻ പറയുന്നു. ഈ ആഡ് ന്യൂ സെഷൻ്റെ അകത്ത് നമ്മളിവിടെ എന്താ കൊടുക്കുന്നത്, നമ്മൾ സെക്ഷൻ്റെ പേര് കൊടുക്കുന്നു. അവിടെ MCQ നമ്മൾ കൊടുക്കുന്നു. ക്വസ്റ്റ്യൻസ് MCQ ആണെങ്കിൽ നമ്മൾ MCQ എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഫ്രം ലൈബ്രറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഇതിൽ ചെറിയൊരു ഇതുണ്ട്. റിയൽ ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രം ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. സോ അത് കാരണം നമുക്ക് മാറ്റിയിട്ട് കൊടുക്കും. നമുക്ക് ഇവിടെ വന്നിട്ട് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നു. അവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ ടെസ്റ്റ് 2 ഡീറ്റെയിൽസ് XYZ എന്നിട്ട് എത്ര മിനിറ്റ് ആണെന്നുള്ളത് കൊടുത്തു, 10 മിനിറ്റ്. നമ്മൾ ടാഗ് കൊടുത്തില്ലെങ്കിൽ ക്രിയേറ്റ് ആവില്ല. ട്രാൻസിഷൻ മെറ്റൽ ടാഗ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മളോട് ചെയ്യുന്ന ഡിഫാൾട്ട് പ്രിവ്യൂ കൊടുക്കുന്നു, ആഡ് സെക്ഷൻസ് കൊടുക്കുന്നു. പിന്നെ ഈ ആഡ് ന്യൂ സെക്ഷൻസിൻ്റെ അത് നമ്മൾ TM1 എന്ന് കൊടുക്കുന്നു. TM2 അല്ല, നമ്മളിവിടെ MCQ എന്ന് കൊടുക്കുന്നു. MCQ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ MCQ എന്ന് കൊടുക്കുന്നു. നമ്മൾ MCQ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 3 ഫയലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സെഷൻ MCQ വരും. അടുത്ത ന്യൂ സെഷനിൽ നമുക്ക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് സെഷനാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ടാവും, നമുക്ക് MSQ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസിന് ഒരു ഫയൽ വേണം, നാറ്റ് ക്വസ്റ്റ്യൻസിന് വേണം, MSQ ക്വസ്റ്റ്യൻസ് വേണം, ആ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഇമ്പോർട്ട് കൊടുത്തതിന് അപ്ലോഡ് വേർഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇക്വേഷൻസ്, ഇമേജ്, ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ഫയൽ കൊടുക്കുക.
ഇതിൻ്റെ അകത്ത് നമ്മുടെ ടെസ്റ്റ് എവിടെയാണോ, ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കെമിക്കൽ കൈനറ്റിക്സ് അപ്ലോഡ് ചെയ്ത ടെസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് സിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ലോഡിങ് ഫയൽ ടൈം 97. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ യുവർ ടെസ്റ്റ് ഈസ് നോട്ട് അപ്ലോഡഡ് ഒരു എറർ മെസ്സേജ് കാണിക്കും സ്ക്രീനിൽ ഇങ്ങനെ. അപ്പോൾ ആ എറർ മെസ്സേജ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ ആ ഫയലിൻ്റെ അകത്ത് പർട്ടിക്കുലർ ഫയലിൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിവിടെ സേവ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, one of two found എന്തൊക്കെയാണ്, ആഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ ടു നാറ്റ്. അപ്പോൾ നമ്മളിവിടെ സെഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നാറ്റ് MCQ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് അവിടെ എറർ കാട്ടും. അപ്പോൾ നമ്മൾ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇനി നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആവും, ടെസ്റ്റ് സേവ് ആവും. ഇപ്പോൾ ഈ ടെസ്റ്റ് സേവായി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടെസ്റ്റ് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഫോർമാറ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. സാമ്പിൾ വേർഡ് ഫയൽ, അതായത് ക്വസ്റ്റ്യൻ്റെ സാമ്പിൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മോഡൽ വേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പിലായിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഉണ്ടാവണം, അതിൻ്റെ അത് മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് ഉണ്ടാവുക. SP2 180 ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്താണ് മാർക്ക്, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ നമുക്കിപ്പോൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ 5 അല്ലെങ്കിൽ 1 2 3 5 അങ്ങനെ ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഹൗ മെനി, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണം, ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ഓപ്ഷൻസ് ഇല്ലാണ്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻറ്റിജർ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ എത്ര എലമെൻറ്റ്സ് ആണോ ഉള്ളത് ആ നമ്പർ നമ്മളിവിടെ കൊടുക്കും, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മളിവിടെ കൊടുക്കും, മാർക്കും കൊടുക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളിവിടെ ഫില്ലപ്സ് എന്നാണ് വേണ്ടത്. അതിനകത്ത് എത്ര ഓപ്ഷൻസ് ആണോ ഉള്ളത്, ഇപ്പോൾ ഓപ്ഷൻ രണ്ട് ഇതാണുള്ളത്, രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വേണ്ടത് അതും ഇവിടെ എന്താണ് ആൻസർ വേണ്ടത് അതും ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ റേഞ്ച് 2 ഓപ്ഷൻ എന്താണെന്നുള്ളത് അങ്ങനെ രീതിയിൽ നമ്മളിത് സ്കെച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ താജ്മഹൽ ഓസം ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താ കൊടുക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് അതിൻ്റെ ആൻസർ കൊടുക്കുക. പിന്നെ ഫാൾസ് ആണെങ്കിൽ അത് ഫാൾസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇങ്ങനെ പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന MSQ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് MCQ ആണെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ട് അല്ലെങ്കിൽ മീൻസ് ഒന്നിൽ കൂടുതൽ ആൻസർ ശരിയുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് രണ്ടെണ്ണാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഡിറ്റ് ഡീറ്റെയിൽസിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മളിവിടെ ഡിഫിക്കൽട്ടി ലെവൽ കൊടുക്കണം ഓരോ ക്വസ്റ്റ്യനും. ഇത് മീഡിയം ലെവലാണ് ക്വസ്റ്റ്യനാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ മീഡിയം ലെവലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിഫിക്കൽട്ടി കൊടുത്തിട്ട് ഇത് മീഡിയം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിഫിക്കൽട്ടി കൊടുത്ത് ഈസി, ഓരോ ക്വസ്റ്റ്യനും ഡിഫിക്കൽട്ടി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്ക് അതിന് കൃത്യമുള്ള അനാലിസിസ് കിട്ടും, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. പിന്നെ ഉണ്ടോ ഇതിൻ്റെ അത് സിംഗിൾ ആൻസർ ആണോ മൾട്ടിപ്പിൾ ആൻസർ ആണോ എന്നുള്ളതാണ് നമ്മൾ MSQ MCQ തമ്മിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇതിന് എല്ലാത്തിനും നമ്മൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ആൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോർഡിനേറ്ററോട് പറയേണ്ടത്, ഇന്ന ടെസ്റ്റ് ഞാൻ ഇന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യു ക്യാൻ അപ്ലോഡ് ഇറ്റ് എന്ന്. അപ്പോൾ കോർഡിനേറ്റർ എന്താ ചെയ്യുന്നത്, കോർഡിനേറ്റർ ആക്ച്വലി ഇവിടെ പോയി ക്ലാസ് പോർട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് പ്ലസിൻ്റെ പോർട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സസിൽ ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ കോഴ്സസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ IIT JAM ബാച്ച് നമ്മളിവിടെ കണ്ടൻറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ടെസ്റ്റ് ചെയ്താൽ ഫിസിക്കലാണ് എടുത്തേക്കുന്നത്, അല്ല ഇനോർഗാനിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് നമ്മൾ ഇനോർഗാനിക് എടുത്തു, അതിൽ നമ്മൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുത്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, എന്താണ് ട്രാൻസിഷൻ മെറ്റൽ എന്നുള്ള രീതിയിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ ഓൺലൈൻ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത ടെസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, വീക്കിലി ക്ലാസ് ടെസ്റ്റ്, ഇനോർഗാനിക്, ട്രാൻസിഷൻ മെറ്റൽസ് ടെസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ടെസ്റ്റ് നമ്മളിവിടെ ടാഗ് ചെയ്യും, എന്നിട്ട് ഇവിടെ കൊടുക്കും. അങ്ങനെയാണ് ആൾ ചെയ്യുക. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്.